السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنا نبشرك بغلام عليم قال أبشرتموني على أن مسني الكبر فبم تبشرون قالوا بشرناك بالحق فلا تكن من القانطين قال ومن يقنط من رحمة ربه إلا الضالون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ സന്താനങ്ങളായ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരെക്കുറിച്ചെല്ലാമുള്ള വിശുദ്ധ ഖുർആനിന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതിപാദനങ്ങളുടെയും വെളിച്ചത്തിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദമായി നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനിൽ മഹാനവറുകളുടെ പ്രാർത്ഥനകൾ ധാരാളം സൂറത്തുകളിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു പ്രവാചകൻ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നടത്തിയ ധാരാളം പ്രാർത്ഥനകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആകളായിക്കൊണ്ട് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തന്നെ പേരിലുള്ള ഇബ്രാഹിം എന്ന സൂറത്തിലും ശുഅറാ എന്നറിയപ്പെടുന്ന സൂറത്തിലും സ്വാഫാത്ത് എന്നറിയപ്പെടുന്ന സൂറത്തിലും മുംതഹിന എന്നറിയപ്പെടുന്ന സൂറത്തിലുമെല്ലാം മഹാനായ ഈ പ്രവാചകന്റെ വ്യത്യസ്ത പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലതെല്ലാം അതാതിന്റെ സന്ദർഭങ്ങളിൽ വിവരിച്ചു പോയതായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ അവിടുത്തെ ഏതാനും ചില പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പാഠമാണെന്നറിയാൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് നമ്മൾ എത്രത്തോളം സ്ഥാനം നൽകണം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ, മഹാനായ ആ പ്രവാചകൻ പോലും അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് ദുആകൾ അധികരിപ്പിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന സംഭവ വികാസങ്ങളോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാം. അള്ളാഹു അത് നമുക്ക് അറിയിച്ചു തരുന്നു. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ بِاللَّهِ وَالْيَوْمِ الْآخِرِ. ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ,
റബ്ബേ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണേ. നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥനയുടെ ഫലമായി വിശുദ്ധ മക്ക രാജ്യം അന്നും ഇന്നും നിർഭയത്വത്തിന്റെ കേന്ദ്രമാണ്. അതുപോലെ തന്നെ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി, ആ നാട്ടുകാർക്ക്, ആ പ്രദേശക്കാർക്ക് കായികനികളിൽ നിന്ന് നീ നൽകണമേ, വിഭവങ്ങൾ നൽകണമേ, ഭക്ഷണം നൽകണേ. മന്നാമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവരിൽ നിന്ന് വിശ്വസിക്കുകയും അന്ത്യനാളിലും അല്ലാഹുവിലുമൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹുവിനോടത് പറയാൻ പറ്റുമോ എന്ന് ധൈര്യം വന്നില്ല. അതുകൊണ്ട് റബ്ബേ, അവിടെയുള്ള നാട്ടുകാരായ അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്നവർക്ക് നീ വിഭവങ്ങൾ നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, ഖാല വമൻ കഫറ, നിഷേധികളായ ആളുകൾക്കും നാം സൗകര്യങ്ങൾ ഈ ഭൂമിയിൽ കൊടുക്കും. കാഫിറുകളായ ആളുകൾക്കും ഈ ഭൂമിയിൽ സൗകര്യങ്ങൾ കൊടുത്തേക്കും. ഫഉമത്തിഉഹു ഖലീലാ, എന്നാൽ അവർക്ക് നൽകുന്ന സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ, ആസ്വാദനങ്ങളൊക്കെ വളരെ കുറഞ്ഞ കാലത്തേക്കായിരിക്കും. സുമ്മ അദ്തറുഹു ഇലാ അദാബിന്നാർ, പിന്നീട് അവന് നാം നരകശിക്ഷയിലേക്ക് തള്ളിവിടും. വബിഅ്സൽ മസീർ, അതെത്ര മോശമായ ചെന്ന് ചേരാനുള്ള ഇടമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ നാട്ടുകാർക്ക് ഭക്ഷണം നൽകണേ എന്ന് പറയുന്നതിന്റെയും മുമ്പേ മക്ക എന്ന പവിത്രമായ രാജ്യത്തിന് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തേടിയത് നിർഭയത്വം നൽകണേ എന്നാണ്. ഒരു രാജ്യത്ത് ഏറ്റവും പരമപ്രധാനമായത് സമാധാനമാണ്. ശാന്തിയും സമാധാനവും ഇല്ലാത്ത ഒരു നാട്ടിൽ വിഭവങ്ങളും ഭക്ഷണങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് എന്ത് പ്രയോജനമാവുള്ളത്? അതേ അവസരത്തിൽ വിഭവങ്ങൾ ഇത്തിരി കമ്മിയാണെങ്കിലും സുഖസൗകര്യങ്ങളും അതുപോലെയുള്ള അവനവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ എണ്ണവുമൊക്കെ കുറവാണെങ്കിലും നല്ല ഒരു സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണെങ്കിൽ അതൊരു വല്ലാത്ത നിഅമത്തല്ലേ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇന്നും വിശുദ്ധമായ ഹറം, അത് പവിത്രമാണ്, അത് നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രമാണ്. അവിടേക്ക് എല്ലാ നാടുകളിൽ നിന്നും വിഭവങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇൻ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറ്റൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. ആ നാട്ടിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം വിഭവങ്ങൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു എന്നർത്ഥം. അപ്പൊ ഒരു രാജ്യത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടിയും ആ രാജ്യനിവാസികളുടെ ആഹാര വിഭവങ്ങളുടെ കാര്യത്തിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. നമ്മളും നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പാഠം അതിലുണ്ട്. ഒരു രാജ്യത്ത് സമാധാനം നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നിർഭയത്വമില്ലാത്ത രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല. ശാന്തിയും സമാധാനവും സ്വൈരവും നിർഭയത്വവും തകർക്കാൻ വേണ്ടി ദുശക്തികൾ അവരുടേതായ പ്രവർത്തനങ്ങളും ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും രാജ്യമെമ്പാടും നടത്തുമ്പോഴും നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, അത്തരത്തിലുള്ള ദുശക്തികളുടെ ഒരു പ്രവർത്തനം കാരണത്താലും രാജ്യത്തിന്റെ സമാധാനം തകർന്നു പോകാൻ ഇടവരരുതേ. ഒരു രാജ്യത്ത് സമാധാനമല്ലാത്തൊരു നിഅമത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക രാജ്യത്തിന് വേണ്ടി അതാണ് ആദ്യമായി പ്രാർത്ഥിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മഹാനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു പറഞ്ഞത് നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള പ്രാർത്ഥനയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പല സന്ദർഭങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് രണ്ടുപേരും ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിമസ്സലാം സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളും
അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പ്രാർത്ഥനയിൽ അടങ്ങിയ ഗുണപാഠം, നാം എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും ആ പ്രവർത്തനങ്ങളൊക്കെ കബൂലായി കിട്ടാൻ, പരലോകത്ത് എനിക്കതുകൊണ്ട് പ്രയോജനം കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ സക്കാത്തുകൾ, നാം നിർവഹിച്ച ഹജ്ജ് ഉംറകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സ്വലാത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോട് നാം കടമകൾ നിർവഹിക്കുന്നത്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുന്നത്, അയൽപക്ക ബന്ധമര്യാദകൾ പാലിക്കുന്നത്, കുടുംബ ബന്ധം ചേർക്കുന്നത്, സത്യം പറയുന്നത്, സത്യവാന്മാരുടെ കൂടെ നിൽക്കുന്നത്, നല്ല നല്ല സദസ്സുകളിൽ പങ്കെടുക്കുന്നത്, ഇങ്ങനെ സൽക്കർമ്മങ്ങളുടേതായ പട്ടികകൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയുണ്ട്. ഇതിലൊക്കെ ഭാഗമാക്കാകുമ്പോഴും നമ്മൾ സമാധാനിക്കരുത്. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് പരലോകത്ത് കിട്ടുമെന്ന് അതിരുകവിഞ്ഞ രൂപത്തിലുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടായിക്കൂടാ. മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും അതുണ്ടായിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് പരിശുദ്ധ കഅബാലയം എന്ന വലിയ മഹത്തായ ആ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പോലും അവരിത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചവരാണ്. അപ്പൊ നമ്മളൊക്കെ ആ പ്രവാചകന്മാരുടെ 4 അയലത്ത് അല്ല 1000 അയലത്തെത്താൻ യോഗ്യതയില്ലാത്ത പാപികളായ, സാധുക്കളായ, ദോഷികളായ നമ്മളൊക്കെ ഒരു അമല് ചെയ്താൽ അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് എത്രത്തോളം തേടേണ്ടതുണ്ട് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാര് മനസ്സിലാക്കുക. നമുക്കങ്ങനെ ഒരു ബേജാറ് തോന്നാറുണ്ടോ? നമ്മൾ ഈ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ സ്വീകാര്യയോഗ്യമായവയുടെ പട്ടികയിൽ അത് ചേർക്കപ്പെട്ട് കഴിഞ്ഞുവോ, അതോ അത് റിജക്ട് ചെയ്യപ്പെട്ട് മർദൂദായി തള്ളപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയാമോ സുഹൃത്തുക്കളെ? അതിന് പരലോക മരണം നമ്മുടെ കഴിഞ്ഞ് പരലോക കോടതി വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹത്തിൽ എപ്പോഴും വേണം, ഈ ദുആയൊന്നും ഒരു ദിവസവും നമ്മൾ മുടക്കരുത്. അതിനാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. എന്നോടെന്ന പോലെ എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുആകളൊന്നും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിവാകരുത്. അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന്, അള്ളാഹുവെ സ്വീകരിക്കണേ ഞങ്ങളിൽ എന്ന് എന്ത് ചെയ്താലും ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ വേണം. സ്വീകരിക്കണേ. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്തിന് നമ്മൾ കഷ്ടപ്പെട്ടു? ആ സമയവും പോയി, ദുനിയാവും പോയി, ആഖിറവും പോയി. അങ്ങനത്തെ ഒരു അധപ്പതനം, അതൊരു വല്ലാത്ത ദൗർഭാഗ്യമാണ്. ആ ദൗർഭാഗ്യത്തിൽ പെടുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേ സ്വീകരിക്കണേ എന്ന് നിരന്തരം പണ്ടുകാലത്ത് ഹജ്ജ് ചെയ്തവർ ഇപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹ് ജീവിതത്തിൽ ഒരിക്കലാണ് അതിന് അവസരം കിട്ടിയത്, സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഏത് കർമ്മങ്ങളും ആ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, അല്ലാഹുവേ നീയാണെല്ലാം കേൾക്കുന്നവൻ, നീയാണെല്ലാം അറിയുന്നവൻ എന്ന് അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന പറയുമ്പോഴൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ അമലുകളും അതൊക്കെ സ്വീകരിക്കണേ എന്ന മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള തേട്ടം നമ്മുടെ ഖൽബുകളിൽ നിന്ന് ഉയരണം സുഹൃത്തുക്കളെ. കാരണം നമ്മളൊക്കെ അത് എത്രത്തോളം തേടണം? അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട റബ്ബിന്റെ ഖലീലാണെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുമാണ് ഈ തേടുന്നത്. അത്ര വലിയ മഹാന്മാര് ചെയ്ത ഏറ്റവും മുന്തിയ പ്രവർത്തനം പോലും സ്വീകരിക്കാതെ പോകുമോ എന്ന് അവര് പേടിച്ചെങ്കിൽ നമ്മൾ എത്ര ഭയപ്പെടണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇതൊന്നും ഞാനും നിങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മള് അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നത് മഹാനായ ഒരു പ്രവാചകനും ആ പ്രവാചകന്റെ പൊന്നോമന പുത്രനും ഇങ്ങനെ പ്രാർത്ഥിച്ചത് നമ്മൾ ഇന്നും പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നിലനിർത്തി തന്നിട്ടുള്ളത് അവരുടെയൊക്കെ പാത പിൻപറ്റാൻ വേണ്ടിയാണ്. കേവലം കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിവിടാനല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ നൽകണം. എങ്കിലേ നമുക്ക് ഖബറിലും മഹ്ശറിലും ഒക്കെ സമാധാനം ലഭിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത റബ്ബ് എന്ത് പറഞ്ഞാലും അതൊക്കെ സ്വീകരിക്കാൻ സന്നദ്ധനായ ഒരു പ്രവാചകൻ. ഒരു ബാപ്പയും മോനും മകനെ അർക്കണം എന്ന് പറഞ്ഞപ്പോ വരെ ബാപ്പ സമ്മതിച്ചു, മോനോട് സമ്മതം ചോദിച്ചു. മോൻ പറഞ്ഞു, ബാപ്പ നിർദ്ദേശപ്രകാരം ചെയ്തോളൂ, ഞാൻ റെഡി. എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിച്ചു, ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞു പരിചയമുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമേ ഞാൻ പറയുന്നത് നീ ശരിക്ക് കേൾക്കണം, അനുസരിക്കണം.
എന്ന് പറഞ്ഞപ്പോ ഉടനെ ഇബ്രാഹിം നബി പറഞ്ഞു, എന്താ പടച്ചോനെ നിനക്ക് പറയാനുള്ളത് എന്ന് അറിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാ എന്നല്ല പറഞ്ഞത്. ഖാല, മഹാനവറുകൾ ഉടനെ പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹ് നീ എന്ത് പറഞ്ഞാലും, റബ്ബുൽ ആലമീനായ ആ റബ്ബ് എന്ത് പറഞ്ഞാലും ഞാൻ റെഡി. അത് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം, അത് പറഞ്ഞ് അള്ളാന്റെ തൃപ്തി നേടിയ ഇബ്രാഹിം അലൈഹിസ്സലാം, മോനെ നിന്നെ അറുക്കാൻ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞപ്പോ കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ ഉപ്പ എന്ന് ഉപ്പയോട് സമ്മതം മൂളിയ മോനായ ഇസ്മായിൽ അലൈഹിസ്സലാം. ആ രണ്ടാളും തേടുന്ന തേട്ടം നിങ്ങളൊന്ന് കേട്ടോ. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. രണ്ടാളുടെയും തേട്ടം, റബ്ബന ഞങ്ങളുടെ റബ്ബേ, വജഅൽനാ നീ ഞങ്ങളെ രണ്ടാളെയും നീ ഞങ്ങളെ ആക്കണേ, മുസ്ലിമൈനി ലക നീ ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർണ്ണമായി അനുസരിക്കുന്ന സമ്പൂർണ്ണ മുസ്ലിമീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ആരാ തേടുന്നത്? ബാപ്പയും മോനും. നമ്മൾ എന്താ അല്ലാഹുവോട് ഇനി തേടേണ്ടത്? എന്ത് പറഞ്ഞാലും അനുസരണക്കേട് മാത്രം ശീലമുള്ള നമ്മൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ ജീവിക്കാൻ തയ്യാറില്ലാത്ത നമ്മൾ, അള്ളാഹു വിരോധിച്ചത് ജീവിതത്തിൽ ചെയ്യാൻ മടിയില്ലാത്ത നമ്മൾ, അള്ളാഹു കൽപ്പിച്ചയിടത്ത് വരാനും നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ ചെയ്യാനും മനസ്സില്ലാത്ത നമ്മൾ, എന്തായിരിക്കും നമ്മൾ അള്ളാഹിനോട് തേടേണ്ടത്? എല്ലാം അനുസരിച്ച് അള്ളാന്റെ ആത്മമിത്രം എന്ന് പേര് കിട്ടിയ മഹാനായ ഇബ്രാഹിം നബിയും പൊന്നോമനപുത്രൻ ഇസ്മായിൽ നബിയും ചോദിക്കാണ്, റബ്ബേ ഞങ്ങൾ പൂർണ്ണമായ മുസ്ലിമാണ്, ഇപ്പോഴും ഞങ്ങൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. റബ്ബേ വജഅൽനാ മുസ്ലിമൈനി ലക നിനക്ക് സമ്പൂർണമായി കീഴ്പ്പെടുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തി തരണം. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ മനുഷ്യനെപ്പോഴും സ്വാർത്ഥനാവരുത്. തനിക്ക് വേണ്ടി മാത്രം തേടിയാൽ പോരാ. പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ചു തരാണ്. അവരുടെ കാര്യം പറഞ്ഞ ഉടനെ അവർ രണ്ടാമത് ചോദിക്കുകയാണ്, വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ പറഞ്ഞത് കൃത്യമായി കേട്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മത്തായ ഒരു മുസ്ലിം ഉമ്മത്തിനെ നൽകണേ. രണ്ടാളും പ്രാർത്ഥിക്കുകയാണ്. അവരെ കാര്യം ആദ്യം പറഞ്ഞു, അല്ലാ ഞങ്ങളെ നീ പറയുന്നതൊക്കെ കേട്ട് അനുസരിക്കുന്ന മുസ്ലിമീങ്ങളാക്കണേ. രണ്ടാമത് പറഞ്ഞു, ഭാവിയിൽ വരാൻ പോകുന്ന ഞങ്ങളെ മക്കള്, ഞങ്ങളെ പരമ്പര, അതിനൊക്കെ നല്ല യഥാർത്ഥത്തിലുള്ള നല്ല മുസ്ലിമീങ്ങളെ നീ ഉണ്ടാക്കണേ റബ്ബേ. തീർന്നില്ല, വഅരിനാ മനാസികനാ ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ, അത് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ. മനാസിക് എന്ന് പറയുമ്പോ ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഹജ്ജ് എങ്ങനെ ചെയ്യണമെന്നതും അതുപോലെ തന്നെ ബലികർമ്മം എങ്ങനെ നടത്തണമെന്നതും അതല്ലാത്ത നിലക്ക് റബ്ബിന് അനുഷ്ഠിക്കേണ്ടുന്ന ആരാധനകളും വിവാദത്തുകളും അനുഷ്ഠാന മുറകളുമൊക്കെ എങ്ങനെ നിർവഹിക്കണമെന്നതും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ, അത് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ. നിനക്ക് ശരിക്ക് ഇബാദത്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന അറിവ് നീ ഞങ്ങൾക്ക് പകർന്നു തരണമേ. നോക്കണം, പ്രവാചകന്മാരുടെ തേട്ടാണ്. നമ്മൾ അള്ളാഹിനോട് തേടിയോ, അള്ളാ ശരിക്ക് ഇബാദത്തെടുക്കാൻ പലപ്പോഴും അറിയില്ല, ഞാൻ പഠിപ്പിച്ചു തരണേ. ഇബ്രാഹിം നബിയാ തേടുന്നത്, ഇസ്മായിൽ നബിയാ തേടുന്നത്. എന്തിന്? നമ്മൾ ഇന്ന് വരെ ചോദിച്ചോ, അള്ളാ എനിക്ക് മതപരമായ അറിവ് തരണേ, നിനക്ക് ശരിക്ക് നീ റിജക്റ്റ് ചെയ്യാത്ത നിലക്ക്, തള്ളാത്ത നിലക്ക് ഇബാദത്തുകളൊക്കെ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് എനിക്കറിയാൻ മാത്രമുള്ള ഇൽമ നീ എനിക്ക് തരണേ എന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചോ പ്രിയമുള്ളവരെ? മഹാനായ ആ രണ്ട് പ്രവാചകന്മാരും പറയണു, വാരിനാ മനാസികന ഞങ്ങൾ ചെയ്യേണ്ട അനുഷ്ഠാന മുറകളൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടത് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം, നീ അത് കാണിച്ചു തരണം. അടുത്ത വാചകം നോക്കൂ, വതുബ് അലൈനാ ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ, ഇന്നക അൻതത് തവ്വാബുർ റഹീം നീ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ആരാ തേടുന്നത്? മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുമാണ് തേടുന്നത്. ജീവിതത്തിൽ അല്ലാഹ് എന്ത് പറഞ്ഞാലും അനുസരിച്ച് മാത്രം ശീലമുള്ള,
അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മഹാനുഭാവന്മാരായ 2 പ്രവാചകന്മാരും തേടുകയാണ്, വതുബ് അലൈനാ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്ത് ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ, നീയാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അതേ, അത്രത്തോളം പരിശുദ്ധ ജീവിതം നയിക്കുന്ന ആ മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും ഞങ്ങൾ എല്ലാം തികഞ്ഞ വലിയവരാണെന്ന നാട്യം ഉണ്ടായില്ല. എപ്പോഴും വല്ല കുറവും വന്നുപോയോ, വല്ലതും സംഭവിച്ചു പോയോ, റബ്ബിനോട് നിർവഹിക്കേണ്ട കടമകളിൽ വല്ല രൂപത്തിലുള്ള വീഴ്ചകളും വന്നുപോയോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഭീതിയും ബേജാറും തോന്നിയിട്ട് എല്ലാം പുറത്തു തന്നുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണം, നീ പശ്ചാത്താപം ഏറ്റവും സ്വീകരിക്കുന്നവനാണ്, കരുണയുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് തേടുന്നു. കണ്ടോ, സൂറത്തുൽ ബഖറയിൽ വന്ന ദുആകളാണ് ഇതൊക്കെ. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പറയാറുണ്ട്. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ പറഞ്ഞു മക്കൾക്ക് വേണ്ടി. ആ മക്കളിൽ നിന്നൊരു നല്ല തലമുറ പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ഫലം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാ ചിലപ്പോൾ വരിക. ദുആ ചെയ്ത ഉടനെ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു 4 തലമുറ കഴിഞ്ഞിട്ടാവും നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ ഫലം ഒരുപക്ഷെ വരിക. എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇബ്രാഹിം നബിയുടെ തന്നെ അടുത്ത പ്രാർത്ഥന നോക്കൂ. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ രക്ഷിതാവേ, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ നീ അവരിൽ നിയോഗിച്ചു കൊടുക്കണേ. കണ്ടോ, അവരിൽ നിന്നുള്ള ഒരു ദൂതൻ. ഖുതുബയിൽ നമ്മൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. എത്രയോ ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പാഠം ഉൾക്കൊള്ളണം നമ്മൾ. അന്ന് പ്രാർത്ഥിക്കുമ്പോ ആ നാട്ടിൽ ജനവാസമില്ല, ഒരു തലമുറയില്ല, ഒരു സമുദായമില്ല. ആ കാലത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്, ഇവരിൽ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണം, ആ പ്രവാചകനെ, ആ പ്രാർത്ഥിച്ച ആ സന്താന പരമ്പരകളിൽ നിന്നൊരു പ്രവാചകനെ നിയോഗിക്കണം എന്ന് പറഞ്ഞ് അതിനുള്ള ഉത്തരം വരുന്നത് ഖുറൈശി ഗോത്രത്തിൽ നിന്ന്, അതേ ഹാഷിം കുടുംബത്തിൽപ്പെട്ട മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഈ ദുആക്ക് ഉത്തരം വരുന്നത്? അപ്പൊ ദുആക്ക് നമ്മൾ ചോദിക്കുമ്പോ തന്നെ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്നു, ആ ചോദിക്കുന്ന ചോദ്യം എപ്പ ഉത്തരം തരണം, എപ്പോഴാണ് ആ ഉത്തരം നടപ്പിൽ വരുത്തേണ്ടത്, നമ്മൾ ചോദിച്ച കാര്യം എപ്പോഴാണ് സംഭവിക്കേണ്ടത് എന്ന് അള്ളാഹുവിനാണ് അറിയാം. അതുകൊണ്ട് അവൻ തീരുമാനിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലം വന്നത് എപ്പോഴാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചതിലൂടെ. പ്രാർത്ഥിച്ചു, അവരിൽ ഒരു നബിയെ നിയോഗിക്കണം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ, അവർക്ക് ആയത്തുകൾ ഓതിക്കൊടുക്കണം, ഹദീസുകൾ ഓതിക്കൊടുക്കണം, എന്നിട്ട് അവരെ സംസ്കാര സമ്പന്നരാക്കുന്ന ഒരു നബിയെ നീ അവരിൽ അയക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം എത്ര കാലം കഴിഞ്ഞിട്ടാ വന്നത്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ, ആ പ്രാർത്ഥിച്ച ആളാണ് ഞാന്, എനിക്ക് വേണ്ടിയാണ് ആ പ്രാർത്ഥിച്ചത്. നോക്കണം, ആ നിലക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥന അതിലൂടെ കിട്ടിയതാണ്. ആ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന നിലക്ക് റബ്ബ് നമുക്ക് തന്നത് തന്നെയാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. ഇനി സൂറത്ത് ഇബ്രാഹിമിലേക്ക് കടന്നാൽ മഹാനുഭാവന്റെ ഒരുപാട് പ്രാർത്ഥനകൾ ആ സൂറത്തിലുണ്ട്. അതിൽ നമുക്ക് കാണാം, വജുനുബുനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ നീ എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റണമേ. വിഗ്രഹാരാധനക്കെതിരെ പടപൊരുതിയതാണ് ബാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന്റെ പേരിൽ അഗ്നികുണ്ഡം വരെ ഏറ്റെടുക്കേണ്ടി വന്ന് ഒന്നും സംഭവിക്കാതെ അത്ഭുതകരമായി പുറത്തേക്ക് വന്ന മഹാനായ പ്രവാചകൻ. ആ പ്രവാചകനും പേടി, ഞാൻ വിഗ്രഹത്തെ ആരാധിക്കുമോ? ആർക്കും എന്തു എപ്പോഴും സംഭവിക്കാന്നാണ് അതിലുള്ള പാഠം. രാവിലെ മുസ്ലിമാണ്, വൈകുന്നേരം കാഫിറാണ്. മാറ്റങ്ങളാണ്, മനുഷ്യ മനസ്സുകളിൽ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
ഇപ്പൊ മുസ്ലിമാ, കുറച്ച് കഴിഞ്ഞാൽ കാഫിറാണ്, ഇപ്പൊ നല്ലവനാണ്, കുറച്ച് കഴിഞ്ഞാൽ തെമ്മാടിയാണ്. ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യരുടെ മനസ്സങ്ങനെയാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റേണമേ. കാരണം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, അവ കാരണമായി മനുഷ്യരിൽ ഒരുപാട് ആളുകളെ പിഴപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് വിഗ്രഹങ്ങൾ നിമിത്തം ഒരുപാട് ജനങ്ങൾ പിഴച്ചു പോയിട്ടുണ്ട്. ബിംബം വെച്ചുകൊണ്ട് പലരും പിഴച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾ ഒരുപാട് പിഴക്കാൻ കാരണമായ ആ നിലക്കുള്ള വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ കാത്തുരക്ഷിക്കണേ, അതിൽ നിന്ന് അകറ്റേണമേ. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കുഞ്ഞുമോനെ ആ മരുക്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ, റബ്ബേ ഞാൻ ഇവരെ ഇവിടെ ഇട്ടു പോകുന്നത് അവര് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്, അവര് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്, മക്കള് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അവരുടെ കാര്യത്തിൽ പ്രത്യേകം അവിടുന്ന് ദുആ ചെയ്തു, റബ്ബി ജഅൽനീ മുഖീമസ്സലാ ومن ذريتي ربنا وتقبل دعاء. എന്റെ രക്ഷിതാവേ, നീ എന്നെ നിസ്കാരം ശരിക്ക് നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ഇന്ന് വരെ ചോദിച്ചോ? നമ്മൾ അല്ലാഹുവോട് തേടിയോ? റബ്ബി ജഅൽനീ മുഖീമസ്സലാ, എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ. സ്വന്തം കാര്യം മാത്രം പറഞ്ഞു മതിയാക്കിയില്ല. വമിൻ ദുരിയത്തി, എന്റെ മക്കളിൽ നിന്ന്, എന്റെ സന്താന പരമ്പരകളിലും നിസ്കാരം ശരിക്ക് നിലനിർത്തുന്നവരുണ്ടാകണം. എന്നിട്ടും പറഞ്ഞു, അത് ചോദിച്ചിട്ടും പറഞ്ഞു, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, വതഖബ്ബൽ ദുആ, എനിക്ക് ചോദിക്കാനേ കഴിയൂ, എനിക്ക് ദുആ ചെയ്യാനേ കഴിയൂ, അത് സ്വീകരിക്കേണ്ടവൻ നീയാണ്, സ്വീകരിച്ചാലും എന്റെ ദുആ സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നെയും തേടുന്നു. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും ഞങ്ങളുടെ മനസ്സിൽ രഹസ്യമാക്കി വെക്കുന്നതും ഞങ്ങൾ പരസ്യമാക്കി വെക്കുന്നതുമൊക്കെ നീ നന്നായി അറിയുന്നവനാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികളിൽ, ഈ പ്രപഞ്ചത്തിൽ ഏതു കോണിൽ എന്തൊരു വസ്തുവാകട്ടെ, റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അജ്ഞാതമല്ല, അവൻ അറിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് റബ്ബേ, നിന്നോട് കേണപേക്ഷിക്കുന്നു, ഞങ്ങളുടെ സ്വകാര്യവും ഞങ്ങളുടെ പരസ്യവുമൊക്കെ നീ അറിയുന്നവനാണ്, നീ അനുഗ്രഹിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ തേടുന്നു. തീർന്നില്ല. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. ഈ വയസ്സാങ്കാലത്ത്, വയോവൃദ്ധനായി കഴിയുന്ന ഈ പ്രായത്തിൽ ഒരു സന്താനമൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു കാലത്ത് പോലും എനിക്ക് ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും ഔദാര്യമായി നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബീ, നിശ്ചയം എന്റെ റബ്ബ് ലസമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണം, വലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കും പുറത്തു തരണേ, യൗമ യഖൂമുൽ ഹിസാബ്, പരലോക വിചാരണയുടെ ദിവസം. അവിടെ മുഫസ്സിരീങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തി, ദുആയുടെ ഒരു മര്യാദയാണത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉടനെ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ പൊതുവേ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വന്തം കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. സ്വന്തത്തിന് പ്രാർത്ഥിക്കുക, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുക, മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മാതൃക കാണിച്ചു. പക്ഷെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആദ്യകാലത്ത്, പിന്നീട് അത് ഒഴിവാക്കി. അല്ലാഹു പറഞ്ഞു ബാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, അദ്ദേഹം നരകാവകാശിയാണ്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിവായി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ നിരോധ കൽപ്പന വരുന്നതിന്റെ മുമ്പ് എമ്പാടും ബാപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇത് സൂറത്ത് ഇബ്രാഹിമിലെ പ്രാർത്ഥനകളാകട്ടെ.
ഇനി സൂറത്തു ശുഅറായിൽ 83 മുതൽ 89 വരെയുള്ള ആയത്തുകളിൽ റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനി മിൻ വറസതി ജന്നത്തിൻ നഈം واغفر لي أبي إنه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് അറിവ് തരണേ റബ്ബി ഹബ്ലി ഹുക്മാ കാര്യങ്ങളൊക്കെ ശരിക്ക് വിധിക്കാനും തത്വങ്ങളൊക്കെ ശരിക്ക് മനസ്സിലാക്കാനുമുള്ള ബുദ്ധിശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വിവേകവും അറിവും തത്വജ്ഞാനവും ഒക്കെ നീ എനിക്ക് ഔദാര്യമായി നൽകണേ റബ്ബേ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ നല്ലവരുടെ കൂടെ മാത്രം നീ എന്നെ ചേർത്ത് തരണേ തെമ്മാടികളുടെ കൂട്ടത്തിലോ കാഫറുകളുടെ കൂട്ടത്തിലോ മോശക്കാരുടെ കൂട്ടത്തിലോ പോയി ചേരാതെ മുഅ്മിനീങ്ങളുടെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർത്ത് തരണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നതെന്ന് മനസ്സിൽ നിന്ന് പോകരുത്. അള്ളാന്റെ ഖലീൽ എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം ഉലുൽ അസ്മുകളിൽ നമ്മൾ എണ്ണുന്ന മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. വല്ലാത്തൊരു സംഭവങ്ങൾ നമ്മൾ ആലോചിക്കണ്ടേ. അവരൊക്കെ നീ തേടുന്നത് അള്ളാഹ് അറിവ് തരണം, ധാരാളം ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാ അള്ളാഹ് പറയുന്നത്. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർള് എന്നാ അള്ളാഹ് വിശേഷിപ്പിച്ചത്. ആകാശഭൂമികളുടെ ആധിപത്യത്തെ സംബന്ധിച്ചും വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും നാം പഠിപ്പിച്ചു കൊടുത്തു. ചോദിച്ചതൊക്കെ മഹാനവറുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തു, എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. നല്ലവരുടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തു. ദുഷിച്ച ഒരു കൂട്ടുകെട്ടിന്റെ കൂടെ പോയിട്ടില്ല, ദുനിയാവിലും ഉണ്ടായിട്ടില്ല. ആഖിറത്തിലും അത്യുന്നതമായ പദവിയിലേക്ക് മഹാനവറുകൾ ഉയർന്നു പോയി. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സദ്വൃത്തരോടൊപ്പം ചേർത്ത് തരണം. അടുത്ത പ്രാർത്ഥന നോക്കൂ. വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ശേഷക്കാരിൽ എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ആളുകളെ ഉണ്ടാക്കണേ. എന്നെക്കുറിച്ചുള്ള നല്ല വർത്തമാനം ശേഷക്കാര് പറയണം. എന്താണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം? എന്റെ വഫാത്തിന്റെ ശേഷം, എന്റെ മരണത്തിന്റെ ശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളൊക്കെ എന്നെ ഓർക്കുമ്പോ എന്നെക്കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാൻ ഇടവരരുത്. ആ നിലക്കുള്ള സർവ്വകാവലും നീ എനിക്ക് തന്നിട്ട് എല്ലാ നന്മയുടെയും മാതൃകയായി ജീവിക്കാൻ, ഒരു തിന്മയിലും പോയി പെടാതെ എന്നെ ഓർക്കുന്ന ഒരു ജനതക്കും എന്നെപ്പറ്റി ഒരു മോശമുള്ള അഭിപ്രായമില്ലാതെ 100% അവർക്ക് എന്നെപ്പറ്റി നല്ലതേ പറയാനുണ്ടാകാവൂ. ആ നിലക്ക് എന്റെ ശേഷക്കാരിൽ എന്നെക്കുറിച്ച് സൽക്കീർത്തി നീ ഉണ്ടാക്കി തരണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളൊന്നും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സൽകീർത്തിയല്ലാത്ത ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാനില്ല. ഇനിയും നോക്കൂ മഹാനവറുകളുടെ ആശയും പേടിയും. വജഅൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം, സുഖലോലുപതയുടെ കേന്ദ്രമായ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ എന്നെ ചേർത്ത് തരണം. എന്നെ സ്വർഗത്തിലാക്കണം. സ്വർഗം അനന്തരമായി നേടുന്ന ഭാഗ്യവാന്മാരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. ആരായി പറയുന്നത് എന്ന് മനസ്സിൽ നിന്ന് പോകരുത്. ഇബ്രാഹിം നബിയാ പറയാം. എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, അദ്ദേഹം പഴച്ചവനാണ്. കണ്ടോ, നിരോധം വരുന്നതിന്റെ മുമ്പും ബാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പഴച്ചവനാണ് എന്റെ ബാപ്പ, എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ. അള്ളാഹ് അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെന്ന കൽപ്പന വരുന്നതിന്റെ മുമ്പും പ്രാർത്ഥിക്കുകയാണ്. ശേഷം പിന്നെ മഹാനവറുകൾ പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് ഖുർആൻ പറയുന്നുമുണ്ട്. വലാ തുഹ്സിനീ യൗമ യുബഅസൂൻ, ജനങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ എന്നെ അപമാനിക്കല്ല റബ്ബേ, എന്നെ അപമാനിക്കരുതേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം. പരലോക കോടതിയിൽ എന്നെ വഷളാക്കരുതേ, എന്നെ അപമാനിക്കരുതേ
എന്നെ നിന്ദിക്കരുതേ. ആര്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ. എത്ര ഉൾക്കൊള്ളണം നമ്മൾ ഇതിൽ നിന്ന് പാഠം. ഏതാണ് ആ ദിവസം? സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഒരു ഉപകാരവും കിട്ടൂല. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ ചിന്തയിൽ ശുദ്ധമായ ഒരു ഖൽബും കൊണ്ട് പരലോകത്ത് എത്തിയവന് മാത്രമേ അവൻ പഠിപ്പിച്ച നല്ലവരായ മക്കളെ കൊണ്ട് പ്രയോജനം കിട്ടുകയുള്ളൂ. അവന്റെ സമ്പത്ത് കൊണ്ടും പ്രയോജനം കിട്ടുകയുള്ളൂ. അല്ലാത്തവർക്ക് എത്ര മുതലും മക്കളും ഉണ്ടായിട്ടും പരലോകത്തത് കൊണ്ടൊന്നും പ്രയോജനം കിട്ടില്ലല്ലോ. അങ്ങനത്തെ നാളിൽ റബ്ബേ നീ എന്നെ ഒരിക്കലും നിന്ദിക്കരുതേ, അപമാനിക്കരുതേ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇനി സൂറത്തു സാഫാത്തിലേക്ക് കടന്നാൽ മഹാനവറുകൾ തേടുന്നു, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, സദ്വൃത്തരില്ലെന്ന് നീ എനിക്ക് നൽകണേ. കുഞ്ഞാവിൽ കൊടുത്തു, ഇബ്രാഹിം ഇസ്മായിൽ നബിയെ കൊടുത്തു, ഇസ്ഹാഖ് നബിയെ കൊടുത്തു. എല്ലാ പ്രാർത്ഥനക്കും മഹാനവറുകൾക്ക് ഉത്തരം കിട്ടി. സൂറത്ത് മുംതഹിനയിലേക്ക് കടന്നാൽ കുറച്ചും കൂടി ഗൗരവത്തിൽ മഹാനവറുകൾ പറഞ്ഞു, ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതാ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. നിന്നിൽ തവക്കുലാക്കി, നിന്റെ മേൽ ഞങ്ങളെല്ലാം തവക്കുലാക്കി. ഇലൈക, നിന്നിലേക്ക് മാത്രം. അനബിന, ഞങ്ങളിതാ ഖേദിച്ചു മടങ്ങുന്നു. വഇലൈക്കൽ മസീർ, നിന്റെ അടുക്കലേക്കാണ് വന്നു ചേരേണ്ടത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജ്അൽനാ, നീ ഞങ്ങളെ ആക്കരുതേ, ഫിത്നതൽ ലില്ലദീന കഫറൂ, സത്യനിഷേധികൾക്ക് ഒരു ഫിത്നയുടെ കാര്യമായിട്ട് നീ ഞങ്ങളെ മാറ്റരുതേ. വളരെ അർത്ഥവത്തായ, നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഗൗരവതരമായ മറ്റൊരു പ്രാർത്ഥന. എന്താണ് പറയുന്നത്? നിഷേധികളായ ആളുകളുടെ കയ്യിൽ ഒരു കളിപ്പാട്ടമായി ഞങ്ങൾ മാറരുതേ. ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിഷേധികളായ ആളുകൾക്ക് ചിരിക്കാനുള്ള വക. അങ്ങനെ ശത്രുക്കൾ ഞങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ കണ്ടില്ലേ? വലിയ മുഖ്ലിസാണ്, വലിയ തൗഹീദിന്റെ ആളാണ്, വലിയ ദീനിന്റെ ആളാണൊക്കെ പറഞ്ഞിട്ട് ആകെ കഷ്ടപ്പാടല്ലേ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു പരീക്ഷണം അല്ലാഹുവേ ഉണ്ടാക്കരുതേ. അവിടെ വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, ലാ തുഅദ്ദിബ്നാ ബിഐദീഹിം, അല്ലാഹുവേ ശത്രുക്കളുടെ കരങ്ങളിലൂടെ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ, നിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ കൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. അങ്ങനെ അവര് ഞങ്ങളെ ശിക്ഷിക്കുകയും നിന്റെ അടുക്കൽ നിന്ന് വല്ല ശിക്ഷയും ഞങ്ങൾക്ക് വരുമ്പോ രണ്ടായാലും ഫയഖൂലു, ശത്രുക്കൾ പറയും, ലൗ കാന ഹൗലാഇ അലാ ഹഖ്ഖിൻ, ഈ കൂട്ടർ സത്യത്തിന്മേലായിരുന്നുവെങ്കിൽ മാ അസാബഹും ഹാദാ, ഇതൊന്നും ഇവർക്ക് ബാധിക്കൂലായിരുന്നു ഈ മുസീബത്തൊക്കെ എന്ന് പറഞ്ഞ അവര് ചിരിക്കൂലേ. അതുകൊണ്ട് അല്ലാഹ് അങ്ങനെ ശത്രുവിന് സന്തോഷിക്കാനുള്ള ഒരു വകയൊന്നും ഞങ്ങളെ മേൽ ഉണ്ടാവരുതേ. കണ്ടോ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. മറ്റൊരു വിശദീകരണം, ലാ തുൽഹിറുഹും അലൈനാ, ഞങ്ങളുടെ മേൽ നീ അവർക്ക് അധികാരം കൊടുക്കരുതേ. അങ്ങനെ കൊടുത്താൽ അവർ ഞങ്ങളെ ഫിത്നയിലാക്കും. അങ്ങനെ അവർ ഞങ്ങളിൽ എന്തെങ്കിലും ഒരു രൂപത്തിലുള്ള ആപത്തുകൾ അവർ വരുത്തിയിട്ട് അതൊക്കെ ഞങ്ങളിലേക്ക് അവർ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവര് പറയും, ഞങ്ങളുടെ കയ്യിലാണ് ഹക്കുള്ളത്, നിങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ടാ ഞങ്ങൾക്ക് അധികാരം കിട്ടിയത്, നിങ്ങൾ താഴെയായത് എന്നൊക്കെ അവർ പറയാനുള്ളൊരു അവസ്ഥ ഉണ്ടാകരുത് റബ്ബേ. അതാ ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറു, നിഷേധികളായ ആളുകൾക്ക് ഒരു ഫിത്നക്ക് പാത്രമായിട്ട് ഞങ്ങൾ ഉണ്ടാവരുതേ. അവർക്ക് സന്തോഷിക്കാനുള്ള വക. ശത്രു സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയ ഒരു വല്ലാത്തൊരു ദുരന്തമാണ്. ശത്രു സന്തോഷിക്കുക, ശത്രുവിന് വല്ലാത്ത സന്തോഷം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ജഹദിൽ ബലാ വദർകിശ് ശഖാ വസൂഇൽ ഖളാ വശമാതത്തിൽ അഅദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ കാണാം, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ ജഹദിൽ ബലാ, ബലാകൾ, കഠിനമായ ബലാകൾ, പരീക്ഷണങ്ങൾ തരരുത് റബ്ബേ. മിൻ ജഹദിൽ ബലാ വദർകിശ് ശഖാ, ദൗർഭാഗ്യങ്ങളിൽ ഞാൻ എത്തിപ്പെടരുതേ, ഭാഗ്യം കെട്ടൊരു രൂപം എനിക്കുണ്ടാവരുതേ. വസൂഇൽ ഖളാ, നിന്റെ വിധിയിൽ ചീത്തയായ കാര്യങ്ങൾ എന്റെ മേൽ ഉണ്ടായിത്തീരരുത് റബ്ബേ. അവസാനം പറഞ്ഞു വശമാതത്തിൽ അഅദാ,
ശത്രു സന്തോഷത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്തേലും പറ്റിയാൽ ശത്രു കൈയൊട്ടിച്ചിരിക്കേണ്ട ഒരവസ്ഥ വരിക, ശത്രുവിന് വല്ലാത്ത സന്തോഷം, അങ്ങനത്തെ മുസീബത്തും ആപത്തൊന്നും എനിക്ക് ബാധിക്കരുതേ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നത് നോക്കൂ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് പൊറുക്കണേ, ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ എല്ലാത്തിനും കഴിവുള്ള അന്തസ്സുള്ളവനാണല്ലോ, പ്രതാപശാലിയാണല്ലോ, അഗാധമായ ജ്ഞാനമുള്ളവനാണല്ലോ, എല്ലാം യുക്തമായി കാര്യങ്ങൾ ചെയ്യാൻ മാത്രം യുക്തിപൂർണമായ ആ ഒരു ശക്തിയാണല്ലോ നീ എന്നിങ്ങനെ റബ്ബിനെ പ്രാർത്ഥനയുടെ അവസാനം ഇങ്ങനെ പുകഴ്ത്തും. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആകളായി വന്നതാണ്. ഇനി ഹദീസിലേക്ക് കടന്നാൽ നമുക്കൊരു പ്രാർത്ഥന മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന, അത് തന്റെ മക്കൾക്ക് വേണ്ടി നടത്തിയിരുന്നതാണ്. ഇസ്മാഈലിനും ഇസ്ഹാഖിനും മുടങ്ങാതെ അള്ളാന്റെ റസൂലായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് വേണ്ടി അള്ളാനോട് കാവൽ ചോദിച്ചിരുന്നു. ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മാതൃകാപൂർവം ലോകത്തിന് കാണിച്ചു തന്നു. പേരമക്കളായ ഹസനിനെയും ഹുസൈനിനെയും അടുത്ത് നിർത്തിക്കൊണ്ട് നബി തങ്ങൾ അവർക്ക് വേണ്ടിയും അത് നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായി. സഹീഹ് ബുഖാരിയിലും അതുപോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ കാവൽ തേട്ട പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. ആ രണ്ട് പേരമക്കൾക്ക് വേണ്ടി അള്ളാഹിനോട് കാവൽ ചോദിച്ചിരുന്നു. എപ്പോഴും എന്തായിരുന്നു പ്രാർത്ഥന? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, മക്കളെ, ഉഈദുകുമാ, നിങ്ങൾ ഇരുവർക്കും വേണ്ടി അള്ളാഹുവിന്റെ പരിപൂർണമായ ഒരു ന്യൂനതയും ഒരു പോരായ്മയുമില്ലാത്ത റബ്ബിന്റെ സമ്പൂർണമായ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഇരുവർക്കും വേണ്ടി ഞാനിതാ കാവൽ ചോദിക്കുകയാണ്. മിൻ കുല്ലി ശൈത്താൻ, എല്ലാ പിശാചുക്കളുടെ ശർറിൽ നിന്നും, വഹാമ്മത്തിൻ, വിഷജന്തുക്കളുടെ ശർറിൽ നിന്നും. ഹാമ്മത്തെന്ന് പറഞ്ഞാൽ വിഷജീവികളാണ്. എങ്ങനത്തെ വിഷജീവികളാണ്? ഒരു കുത്ത് കിട്ടിയാൽ, ഒരു കടി കിട്ടിയാൽ മനുഷ്യൻ മരിച്ചു പോകുന്ന നിലക്ക് മാരകമായ വിഷമുള്ള വിഷജീവികൾക്കാണ് ഹാമ്മത്തെന്ന് പറയുന്നത്. എന്നാൽ മരണമൊന്നും നടന്നില്ലെങ്കിലും മനുഷ്യന് ഗുരുതരമായ പരിക്ക് പറ്റുന്ന രൂപത്തിലുള്ള വിഷജീവികളുമുണ്ട്. അതിന് സാമ്മത്തെന്നാണ് അറബിയിൽ പറയുന്നത്. അതൊന്നുമല്ലാതെ തന്നെ മനുഷ്യന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന മറ്റുള്ള പ്രാണികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, പലതുമുണ്ട്. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാണ്, റബ്ബേ, അവയുടെയൊക്കെ ശർറില്ലെന്ന് അള്ളാഹുവിനോട് ഞാനിതാ നിന്നോട് കാവൽ തേടി ചോദിക്കുന്നു. മനുഷ്യനൊക്കെ വേണ്ടി തേടുകയാണ്. പിന്നെ പറഞ്ഞു, ശൈത്താന്റെ ശർറിൽ നിന്ന്, അതുപോലെ തന്നെ വിഷജീവികളുടെ വിഷജന്തുക്കളുടെ ശർറിൽ നിന്ന് പാമ്പ്, അതല്ലെങ്കിൽ തേള്, അതുപോലെയുള്ള മനുഷ്യൻ മരിച്ചു പോകുന്നവ, അല്ലാത്ത നിലക്ക് വിഷം ബാധിക്കുന്നത്, അല്ലാത്ത നിലക്കുള്ള വിഷജന്തുക്കള്, അതല്ലാത്ത നിലക്കുള്ള പ്രാണികള് പലതും മനുഷ്യന്റെ ശരീരത്തിലെ ദ്വാരങ്ങളിലൊക്കെ കയറിക്കൂടൂലേ? ചെവിയിൽ കയറിക്കൂടൂലേ? മൂക്കിലൂടെ കയറിക്കൂടൂലേ? കിടക്കുന്നിടത്ത് തലയിണക്കടിയിൽ വരൂലേ? ബെഡിലുണ്ടാവൂലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോ അവിടുന്ന് ചെല്ലുന്നതിന്റെ മുമ്പ് വിരിച്ച വിരിപ്പൊന്ന് തട്ടിക്കൊടയുന്നാ പറഞ്ഞത്. എന്താ അതിന്റെ അകത്തിരിക്കുന്നത് എന്ന് അറിയില്ലാന്നാ പറഞ്ഞത്. എന്താ അതിന്റെ അകത്തിരിക്കുന്നത് എന്ന് അറിയില്ലാന്നാ പറഞ്ഞത്. ഒരുപക്ഷേ പ്രവാസ ലോകത്ത് സുഖസൗകര്യങ്ങളായ റൂമുകളിലും ബെഡുകളിലൊക്കെ കിടക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അത് മനസ്സിലാവൂല. പക്ഷേ അത് മനസ്സിലാവുന്ന ഒരു രാജ്യത്ത് നിന്ന് വന്നവരാണല്ലോ നമ്മൾ. എത്ര ആളുകളുടെ തലയിണക്കടിയിൽ പാമ്പുണ്ടായിട്ടുണ്ട്, തേളുണ്ടായിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്. എത്ര പേർക്ക് കടിയേറ്റിട്ടുണ്ട്. അഴിച്ചു വെച്ച ഷൂ ഇട്ട് നോക്കുമ്പോൾ അതിൽ പാമ്പുണ്ടായിട്ടുണ്ട്. രാത്രി വെച്ചുപോയിട്ടുള്ള ഉപകരണത്തിൽ കുട്ടികൾ കൊണ്ടുപോകുന്ന സ്കൂൾ ബാഗിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് തലയിട്ട് കുട്ടികൾ ബഹളം വെച്ച് ബസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ പുറത്ത് കെട്ടിവെച്ചിട്ടുള്ള അവരുടെ പുസ്തക സഞ്ചി എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ അനുഭവം കേരളത്തിൽ കഴിഞ്ഞില്ലേ? എവിടെയാ എന്താ ഉണ്ടാവുക അറിയോ?
എന്തുകൊണ്ടൊക്കെയാ നമുക്ക് ഉപദ്രവം ഉണ്ടാവുക എന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരമക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചിരുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മ, അതല്ലെങ്കിൽ ഉഈദുക, അല്ലെങ്കിൽ ഉഈദുകുമാ, അല്ലെങ്കിൽ ഉഈദുകും. ഒരേ ആളുണ്ടെങ്കിൽ ഒന്നിച്ച്, രണ്ടാളാണെങ്കിൽ അങ്ങനെ, ഒരാളാണെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മിൻ കുല്ലി ശൈത്താൻ, എല്ലാ പൈശാചിക ശർറിൽ നിന്ന്. ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരുപാട് ശർറുകളുണ്ട്. വസ്വാസുകൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ ഭയങ്ങൾ ഉണ്ടാക്കും. മനുഷ്യന്റെ ശരീരത്തിൽ വേറെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെയും അവനിൽ നിന്നും ഉണ്ടാകാം. എല്ലാ പൈശാചികമായ ശർറുകളിൽ നിന്നും കാവൽ തേടുകയാണ്. വിഷജന്തുക്കളുടെ, ഇഴജന്തുക്കളുടെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. ദിനേന നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയാണ്, പാമ്പ് കടിച്ചു മരിച്ചു, പാമ്പ് കടിച്ചു മരിച്ചു, പാമ്പ് കടിയേറ്റു മരിച്ചു എന്ന വാർത്തയില്ലാത്തൊരു പത്രകോളമുണ്ടോ എന്ന് ചരമകോളത്തിൽ സംശയമാണ്. ഇല്ല. നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കണം. അള്ളാഹിനോട് കാവൽ ചോദിക്കണം, റബ്ബിനോട് കാവൽ ചോദിക്കണം. മുസ്ലിമീങ്ങൾക്കുള്ള പ്രൊട്ടക്ഷനാണ് നമ്മുടെ ദുആ. നമ്മുടെ ദുആകൾ വല്ലാത്ത കാവലാണ്. നമ്മൾ കൊണ്ടു നടക്കുന്ന ആയുധമാണ് നമ്മുടെ ദുആ. മുഅ്മിനിന്റെ ആയുധമാണത്, ഒഴിവാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദുആക്ക് വല്ലാത്ത സ്ഥാനമുണ്ട്. അത് പറയാനാണ് ഈ ചരിത്രമൊക്കെ പറയുന്നത്. മഹാന്മാരായ പ്രവാചകന്മാർക്ക് പേടി തീർന്നിട്ടില്ല. അവര് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. വിഷജന്തുക്കളുടെ ശർറിൽ നിന്ന്, അമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ, ആക്ഷേപകാരിയായ ഉപദ്രവകാരിയായ കണ്ണിന്റെ എല്ലാ കണ്ണിൽ നിന്നും, എല്ലാ കണ്ണ്, അസൂയയോടെ നോക്കുന്ന കണ്ണുകൾ, ഉപദ്രവം വരുത്തി വെക്കുന്ന നിലക്കുള്ള നോട്ടത്തിന്റെ കണ്ണുകൾ, അതാണ് കണ്ണേർ. അൽ ഐനു ഹഖ്ഖുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ആളുകൾ ചിലതിലേക്ക് നോക്കിയാൽ ആ രൂപത്തിൽ കണ്ണ് തട്ടുക എന്ന് പറയുന്നത് വാസ്തവമാണ്. എന്നാൽ അതിന് ഇസ്ലാം നിശ്ചയിച്ചതല്ലാത്ത പിശാച്ചുണ്ടാക്കിയ പരിഹാര മാർഗങ്ങളിലേക്കാണ് ആളുകൾ പോകാറുള്ളത്. വീടാണെങ്കിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, വീട് നിർമ്മാണമാണെങ്കിൽ അവിടെ കണ്ണ് തട്ടാതിരിക്കാൻ കരിങ്കണ്ണാ നോക്കുന്ന ഇരിക്കും, കോലം നാട്ടി വെക്കും. അതൊന്നുമല്ല വേണ്ടത്. ദുആ ചെയ്യാം, അല്ലാഹുവോട് ദുആ ചെയ്യാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി മന്ത്രിച്ചപ്പോ കണ്ണിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് മന്ത്രം നടത്തിയിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി. അതെ, ആക്ഷേപകാരിയായ ഉപദ്രവകാരിയായ കണ്ണിന്റെ ശർറിൽ നിന്ന്. പക്ഷേ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഈ ഹദീസുകളെയൊക്കെ നിഷേധിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഉൾക്കൊള്ളാൻ, മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതൊക്കെ തള്ളിയ അള്ളാന്റെ റസൂല് പരലോകത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നത് പലതും നമ്മൾ തള്ളേണ്ടി വരും. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ അതൊക്കെ? നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ അതൊക്കെ? അതുകൊണ്ടല്ലേ പലപ്പോഴും നേർക്ക് നേരെ ഒന്ന് കിടന്ന് തിരിയാൻ മാത്രം വലിപ്പമില്ലാത്തൊരു ഖബറിന്റെ ഉള്ളിൽ രണ്ട് മലക്കുകളും കൂടെ വരും, എന്നിട്ട് എഴുന്നേൽപ്പിച്ച് ഇരുത്തും, തല മുട്ടൂലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നില്ലേ? ഖബറിലെ ചോദ്യത്തെ വരെ പരിഹസിക്കുന്നില്ലേ? ഏതാണ് ഉൾക്കൊള്ളാൻ മനുഷ്യന് കഴിയാ? കത്തിയാളുന്ന നരകത്തിന്റെ മീതെയുള്ള പാലം എന്ന് പറയുമ്പോ ആർക്കാത് വിശ്വസിക്കാൻ കഴിയുന്നത്? മനുഷ്യന്റെ നന്മകളും തിന്മകളും തൂക്കുന്ന ത്രാസുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ, മീസാനുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ആർക്കാണത് വിശ്വസിക്കാൻ കഴിയുന്നത്? പലപ്പോഴും യുക്തിക്കും ബുദ്ധിക്കും പ്രാധാന്യം കൊടുക്കുന്ന മതയുക്തിവാദികൾക്ക് ഇത്തരത്തിലുള്ള ഹദീസുകളോടൊക്കെ അലർജിയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞുവോ അതപ്പടി വിശ്വസിക്കുവാനുള്ള സന്മനസ് നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആർക്കും ചേഞ്ച് വരാം, നമുക്കൊക്കെ ചേഞ്ച് വരാം. നമുക്ക് നാളെ തോന്നാണ് അള്ളാന്റെ റസൂൽ ആ പറഞ്ഞ അതിപ്പോ ജനങ്ങളോട് പറയാൻ പറ്റൂല. എന്താ നന്മയും തിന്മയൊക്കെ നാളെ പരലോകത്ത് വെച്ച് തൂക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താ കൊപ്പരയാണോ? അങ്ങനെ ത്രാസിൽ വെച്ച് തൂക്കാൻ നിസ്കാരം കൊപ്പരയാ, ശർക്കരയാ? പരിഹസിക്കുന്നു. എവിടേക്കായി പരിഹാസം? ആരുടെ നേരെയായി പരിഹാസം? മലക്കുകൾ വന്ന് ഖബറിൽ ശിക്ഷയുണ്ടെന്ന് പറയുമ്പോ അതിനെ പരിഹസിക്കുന്നു. ആരുടെ നേരെയാണ് ഈ പരിഹാസം? സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും അത്തരം വിഭാഗങ്ങളിൽ പെട്ടുപോകരുത്. നമ്മുടെ പരലോകത്തിന് വേണ്ടിയാ പറയുന്നത്, നമ്മുടെ പരലോകത്തിന് വേണ്ടി. എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും, നമ്മിൽ ഓരോരുത്തരുടെയും ഖബറിൽ ഇന്ന് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ഒരു പാർട്ടിക്കാരനും നമ്മുടെ വക്കാലത്തേറ്റുകൊണ്ട് ഖബറിൽ വരൂല. ഒരു സംഘടനക്കാരനും നമ്മുടെ വക്കാലത്തേറ്റുകൊണ്ട് ഖബറിൽ വരൂല. അതുകൊണ്ട് സംഘടനക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയൊന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യത്തെ പുച്ഛിക്കരുത്, പരിഹസിക്കരുത്. അവനവന്റെ ഖബറിൽ അവനവൻ ഒറ്റക്കാണ്. നല്ലോണം ചിന്തിച്ചോളണം.
പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ ആശങ്കയാണ്, ആരെയോ കുറ്റം പറയുകയാണോ എന്നൊരു തോന്നൽ. ഇല്ല സുഹൃത്തുക്കളെ, നസീഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു കാര്യം എന്റെ ബുദ്ധിക്കത് യോജിച്ചില്ലെന്ന നിലക്ക് ഞാനതൊരിക്കലും തള്ളിക്കൂടാ, ഒരിക്കലും തള്ളിക്കൂടാ. നമ്മൾ എത്ര മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുകയേ വേണ്ടൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അംഗീകരിക്കണം, പറഞ്ഞിട്ടില്ലെങ്കിലോ ചിന്തിക്കേണ്ടതുമില്ല. അതുകൊണ്ടാണ് ആ ഹദീസ് സഹീഹാണെങ്കിൽ അത് അംഗീകരിക്കണം എന്ന് പറയുന്നത്. സഹീഹല്ലയോ, കള്ള ഹദീസാണോ, തള്ളണം, ഒരു വിഷയവുമില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കണ്ണേറും നാക്കേറും മൂക്കേറും എന്നില്ല, അതൊക്കെ അന്ധവിശ്വാസമാണ്. അങ്ങനെ കണ്ണുകൊണ്ട് ആ നിലക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഏൽക്കും എന്ന് വിശ്വസിക്കുന്നവൻ ജൂതനാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജൂതന്മാരാണ് ആ വിശ്വാസക്കാര് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, ആ ജൂതന്മാരുടെ പട്ടികയിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരുടെയൊക്കെ പേരാ എഴുതി വെക്കേണ്ടി വരിക. ഈ നാവ് കൊണ്ട് എനിക്കത് പറയാൻ പേടിയാകുന്നു. ആരുടെയൊക്കെ പേര് എഴുതി വെക്കേണ്ടി വരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും വേണ്ടി ഈ ദുആ ചൊല്ലുന്നത്. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് തന്റെ പേരക്കിടാങ്ങളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും വേണ്ടി ഇതേ പ്രാർത്ഥന നടത്തുന്നത്. ആരെയാ നമ്മൾ ഖുർആൻ വിരുദ്ധ ചേരിയിൽ ഉൾക്കൊള്ളിക്കേണ്ടത്? ആരെയാണ് നമ്മൾ ജൂദായിസത്തിന്റെ വക്താക്കളായി പറയേണ്ടി വരിക? അള്ളാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, വലിയ ഗൗരവമാണ്, വലിയ ഗൗരവമാണ്. ഒരുപാട് വസ്വാസുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ആദർശത്തിന് തകരാറില്ലാതെ ജീവിച്ചു പോകാൻ അള്ളാഹിനോട് എപ്പോഴും തേടണം. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയാണ്, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വാസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി വാസ്ലിഹ് ലീ ആഖിറതി അല്ലതി ഫീഹാ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈറിൻ വൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർറിൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് മുഴുവനും പറയാണ്, നിങ്ങൾ ഈ ദുആകളൊക്കെ ഒന്ന് മനപ്പാടാക്കണം, ഇതിന്റെ അർത്ഥം പഠിക്കണം, മനസ്സ് വെച്ച് നമ്മൾ പറയണം. പ്രഭാത പ്രദോഷങ്ങളിൽ നമ്മൾ പറയാതെ പോകരുത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമം, രാവിലെ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലാതെയാണ് ഇന്ന് ഞാൻ നടക്കുന്നതെന്ന വേദന നമുക്കില്ലെങ്കിൽ, സുഹൃത്തുക്കളെ, രാത്രിയിൽ കിട്ടേണ്ട ഒരു ചായ ഇന്ന് വൈകുന്നേരം കിട്ടാത്തത് കൊണ്ട് വല്ലാത്തൊരു ക്ഷീണം എന്ന് പറയുന്ന നമ്മൾ, അതിനേക്കാൾ പരമപ്രധാനമായി നമുക്ക് വേണ്ട രൂപത്തിലുള്ള ആത്മീയ പോഷണം നൽകുന്ന മൂല്യവത്തായ വൈകുന്നേര സമയത്തുള്ള പ്രാർത്ഥനകൾ ചൊല്ലാത്തതിന്റെ പേരിൽ ഒരു വിഷമവും നമുക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, എവിടെയൊക്കെയോ നമുക്ക് തകരാറ് പറ്റിയെന്നല്ലേ അതിന്റെ അർത്ഥം? ആരെയും കുറ്റപ്പെടുത്താനല്ല, ഞാൻ എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അദ്കാറു സബാഹുകളും അദ്കാറുൽ മസാവുകളും മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാര് ഒരൊറ്റ പ്രാർത്ഥനകൾ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് കേട്ടാ പിന്നെ ഒഴിവാക്കാറില്ല. സാന്ദർഭികമായി പറയട്ടെ, മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരൊറ്റ ദിവസം പോലും ഈ 3 സൂറത്ത് ഓതിയിട്ട്, കൈകളിൽ ഊതിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് തടവാതെ ഉറങ്ങാറില്ല. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രി പോലും ഉറങ്ങാൻ കിടക്കുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, കൈ കൂട്ടിപ്പിടിക്കും, ഊതും, എന്നിട്ട് ഈ 3 സൂറത്തുകൾ ഇങ്ങനെ ഓതും. അത് കഴിഞ്ഞ് ഒരു തവണ പൂർത്തിയായാൽ തല തടവും, മുഖം തടവും, കൈ എത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ തടവും. രണ്ടാമതും റിപ്പീറ്റ് ചെയ്യും, മൂന്നാമതും റിപ്പീറ്റ് ചെയ്യും, ആവർത്തിക്കും. ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. നമ്മളെ ഉമ്മ പറയുന്നത് കേട്ടോളൂ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. ഒരിക്കൽ ഹബീബിന് ചൊല്ലാൻ വയ്യാതെയായി, ആഫിയത്ത് വളരെ നഷ്ടപ്പെട്ടു. രോഗിയായി കിടക്കുന്ന വേളയിൽ എന്നോട് പറഞ്ഞു, ആയിഷ, എനിക്കത് ചൊല്ലാൻ വയ്യ, നീ ചൊല്ലിത്തരണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിക്ക് വേണ്ടി ഈ 3 സൂറത്ത് ഓതി ഹബീബിന്റെ കൈകളിൽ ഊതി, ഹബീബിന്റെ തന്നെ കൈകൾ കൊണ്ട് ഹബീബിന്റെ ശരീരം തടവിക്കൊടുത്തു. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിനില്ലാത്ത ബറക്കത്താണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിനുള്ളത്. അതുകൊണ്ട് തടവൽ റസൂലുള്ളാഹിയുടെ കൈ കൊണ്ട് തന്നെ തടവിക്കൊടുത്തു. നോക്കൂ നിങ്ങൾ, വയ്യാതായപ്പോ പോലും ഉമ്മ ചൊല്ലിക്കൊടുത്തു, ഭാര്യ ചൊല്ലിക്കൊടുത്തു.
നമ്മുടെ ഉമ്മ ചൊല്ലിക്കൊടുത്തു. ആഫിയത്തിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ കിടന്നുറങ്ങാണ്, ചെല്ലാൻ നമ്മൾ തയ്യാറാകുന്നില്ല, ചെല്ലാൻ തയ്യാറാകുന്നില്ല. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. മോളെ എന്ന് പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളായ ഫാത്തിമ ബീവിക്കും മരുമകനും പുതിയാപ്പിളയുമായ അലി റളിയല്ലാഹു അൻഹുവിനും പഠിപ്പിച്ചു കൊടുത്തതിന്റെ ശേഷം ഒരു രാത്രി പോലും പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് രണ്ടാളും പറഞ്ഞത്. നമ്മൾ ഏതെങ്കിലും രാത്രി അത് ചൊല്ലുന്നുണ്ടോ? ആലോചിക്കണം. മഹാന്മാരായ പ്രവാചകന്മാരും മഹത്തുക്കളൊക്കെ ദിക്റുകൾക്കും ദുആകൾക്കും അവരുടെ ജീവിതത്തിൽ ഇത്ര വലിയ പ്രാധാന്യം കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ രൂപത്തിലുള്ള കാവലുകളും നമുക്ക് നൽകപ്പെടുന്ന, നമുക്ക് അള്ളാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു നൽകപ്പെട്ടിട്ടുള്ള ദിക്റുകളോടും ദുആകളോടും നമുക്കൊരു വിമുഖ നയമുണ്ടായിത്തീരരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, പഠിക്കണം. അത് സ്ഥിരം ചൊല്ലിയ മറക്കൂല, നമ്മൾ മറക്കൂല. സ്ഥിരം ഏർപ്പാടായ പിന്നെ പോകൂല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്കതിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും സഹായം ലഭിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും വേണ്ടി തേടിയ ഈ തേട്ടം നമ്മളും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമത്തിൻ. എത്ര പഴക്കമുള്ള ദുആ! ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും കാവൽ തേടിയ തേട്ടമാണിത്. അള്ളാന്റെ റസൂൽ ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് പറയാണ്, മക്കളെ, ഇത് നിങ്ങളുടെ ബാപ്പ അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ രണ്ട് ദുആ കൊണ്ടും ഇസ്മായിലിനും ഇസ്ഹാഖിനും വേണ്ടി കാവൽ ചോദിക്കാറുണ്ട്. അതുപോലെ ഞാനും നിങ്ങൾക്ക് വേണ്ടി കാവൽ ചോദിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഹദീസിൽ ഈ രൂപത്തിലുള്ള ഇതുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും ഒരുപാട് വേറെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഈ കേട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠം, അള്ളാഹുവിനോട് വലിയ അടുപ്പം കിട്ടിയിട്ടുള്ള മഹാന്മാര് പോലും എപ്പോഴും ദുആ ചെയ്തിരുന്നു. ദുആക്ക് അവർ നല്ലോണം സമയം നീക്കി വെച്ചിരുന്നു. അതൊരാൾ കാണുകയല്ല, ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുക, ആരും കാണണ്ട. നല്ല സമയം നോക്കി പറയാ, നല്ല ഉത്തരം കിട്ടുന്ന സമയം ആരും അറിയാതെയാണെങ്കിലും മനസ്സിന്റെ ആ തേട്ടം റബ്ബറിയും. റബ്ബിനോട് പറയാ, എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ മഹാന്മാരായ പ്രവാചകന്മാരുടെ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ഇൽമിന്റെ നിറകുടങ്ങളായിരുന്ന നല്ല മുഖലിസീങ്ങളായ പല പണ്ഡിതന്മാരും അടുത്ത ദിവസങ്ങളിൽ മരിച്ചുപോയിട്ടുണ്ട്. സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ഇവിടെ തന്നെ ഷാർജയിൽ, ഇവിടെ UAE-യിൽ ദീർഘകാലം തമിഴന്മാരായ അഥവാ മദ്രാസിലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി തമിഴ് ഭാഷയിൽ ഖുതുബ നിർവഹിക്കുകയും ഒരുപാട് ക്ലാസുകൾ നടത്തുകയും ഒക്കെ ചെയ്ത വന്യവയോധികനായിരുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഇഖ്ബാൽ മദനി. അദ്ദേഹവും ഇന്നലെ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും പോകേണ്ടവരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനത്തോടുകൂടെ എത്തിച്ചേരാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല അന്ത്യം അള്ളാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. ദുഷിച്ച ദുർമരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.